മോർണിംഗ്. നമുക്കിന്നൊരു എഗ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എഗ് റോസ്റ്റ് അല്ല, മല്ലിപ്പൊടിയൊന്നും ചേർക്കാതെ അല്ലാതെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് വ്യത്യസ്തമായ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പുളിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, പുളിയും മധുരമൊക്കെ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന ടൊമാറ്റോ സോസിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരുത്താം കേട്ടോ. കുറച്ച് ടൊമാറ്റോ സോസും കൂടി കൂടുതലൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ സ്പെഷ്യൽ എഗ് റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 3 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ സവോളയാണെങ്കിൽ 3 സവോള തന്നെ മതി. എൻ്റെ കയ്യിൽ ചെറിയ സവോളയും വലിയ സവോളയും മിക്സ് ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ 5 സവോള എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തക്കാളിയോ ഇഞ്ചി വെളുത്തുള്ളിയോ ഒന്നും വേണ്ട. നമ്മൾ പേസ്റ്റുകളും അതുപോലെ ടൊമാറ്റോ സോസും ഒക്കെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവോള നമ്മളിതാ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു എഗ് റോസ്റ്റിൽ ഇന്ന രീതിയിലേ കട്ട് ചെയ്യാൻ പാടുള്ളൊന്നുമില്ല. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ റെസിപ്പി ചെയ്യാം കേട്ടോ. അതിലേക്ക് നമ്മൾ 1 പീസ് തക്കോലം, 3 ഗ്രാമ്പു, 2 പീസ് പട്ട ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലേക്ക് ചേർക്കാം. 1/4 ടീസ്പൂൺ പെരുംജീരകം, നമ്മുടെ വലിയ ജീരകവും ചേർക്കാം. ഇത്രയും ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. ഇനി സവോളയിലേക്ക് നമുക്ക് ഈ ഒരു എഗ് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് സവോള വഴറ്റിയെടുക്കുക. സവോള ബ്രൗൺ കളറായി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷമേ നമ്മൾ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി സവോള ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ പച്ചമുളകോ എരിവുള്ള മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാൻ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടി ആയതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. നിങ്ങൾ വാങ്ങിച്ച കുരുമുളക് പൊടി ആണെങ്കിൽ കൂടുതൽ ചേർക്കുക കേട്ടോ. 1/2 ടീസ്പൂണോളം ചേർക്കുക. നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന കുരുമുളക് പൊടിക്ക് എരിവ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർത്തത്. ഇനി ഈ പൊടികൾ നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ ഒരു 1/2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടികൾ കുക്കാവാനുള്ള എണ്ണയും കൂടി വേണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് തിളപ്പിച്ച വെള്ളമായിരിക്കണം കേട്ടോ. പച്ചവെള്ളം ചേർത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റില്ല. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിലങ്ങ് മാറിപ്പോവും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസും ചേർത്തിട്ട് നമുക്കൊരു 1 മിനിറ്റോളം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് കുക്കായി വരണം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തതുകൊണ്ട് തന്നെ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും സവോള 3 മുട്ടയ്ക്ക് എടുത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മൾ സവോള വഴറ്റി വരുമ്പോൾ വളരെ ചെറിയ അളവിലെ സവോള ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർക്കാം. കുറച്ച് മാത്രം തിളപ്പിച്ച വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ചപ്പാത്തിക്ക് കറിയായിട്ടാണ് എടുക്കുന്നത്, എങ്കിലും ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്ത് ഇളക്കി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ വീണ്ടും നമ്മൾ തിളപ്പിച്ച വെള്ളം ചേർത്ത് ഒന്നുകൂടി എണ്ണ തെളിയിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ മുട്ട ചേർക്കാൻ പാടുള്ളൂ. 2 പ്രാവശ്യം നമ്മൾ തിളപ്പിച്ച വെള്ളം ചേർത്ത് എണ്ണ തെളിയിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സവോള നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. സവോള വഴറ്റി കുക്ക് ചെയ്താണ്, എങ്കിലും ആ വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ സവോളയൊക്കെ കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഈ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. മുട്ട ചേർത്തിട്ട്
ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ മുട്ട വരഞ്ഞിട്ട് ചേർക്കണമെങ്കിൽ വരഞ്ഞിട്ട് ചേർക്കാം, ഇല്ലെങ്കിൽ വരയാതെ ചേർക്കാം. ഞാനിപ്പോൾ വരയാതെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വരഞ്ഞിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ വരഞ്ഞിട്ട് ചേർക്കാം. ഇത്രയും ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവിയോട് കൂടി എടുക്കാം. ഇല്ലെങ്കിൽ ഒന്ന് കുറുകി വരുന്ന രീതിയിൽ നമുക്ക് ഒരു അരമിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് റോസ്റ്റിൻ്റെ കലാപരിപാടി. അപ്പോൾ എഗ് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് അടച്ചു വെക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ അരമിനിറ്റ് അടച്ചു വെച്ചു. ഇത് കണ്ടോ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇത് ഉടനെ തന്നെ സെർവ് ചെയ്യരുത് കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ അപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോയില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.